എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കേറ്ററ്റ് എക്സാമിൻ്റെ കുറച്ച് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരവുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഇതൊന്ന് എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ആവർത്തിച്ച് ചോദിക്കാറുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. തുടങ്ങാം. കയ്യൂർ സമര ചരിത്രം രചിച്ചത് ആരാണ്? വി കുഞ്ഞമ്പു. വിദ്യാവിനോദിനിയുടെ വർഷം 1889. അടുത്ത ചോദ്യം. പുതുമയില്ലാത്ത ഉപമകൾ എന്ന് പറയരുതേ, ജീവിതമാണിത് ഏത് കവിതയിലെ വരികളാണ്? അടുക്കളയില്ലാത്ത വീട്. ഒരിക്കൽ കൂടെ പറയാം. പുതുമയില്ലാത്ത ഉപമകൾ എന്ന് പറയരുതേ, ജീവിതമാണിത് ഏത് കവിതയിലെ വരികൾ? അടുക്കളയില്ലാത്ത വീട്. പിന്നെ ഈ കാലക്രമങ്ങളൊക്കെ എഴുതുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇവിടെ ഇപ്പോൾ കൊടുത്തേക്കുന്നത് കുമാരനാശാൻ്റെ കരുണ, ദുരവസ്ഥ, പ്രരോദനം ഇങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ കാലക്രമം അനുസരിച്ച് എഴുതുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം പ്രരോദനം, രണ്ടാമത് ദുരവസ്ഥ, കരുണ എന്ന പാറ്റേണിലാണ് പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കൃഷ്ണഗാഥയിലെ ഭക്തൻ അതിലെ കവിക്ക് കീഴടങ്ങിയിരിക്കും എന്ന് വിലയിരുത്തിയത് ആരാണ്? ചേലനാട്ട് അച്യുതമേനോൻ. ഭാരതഗാഥയുടെ വൃത്തം ഏതാണ്? മഞ്ചരി വൃത്തമാണ് ഭാരതഗാഥ. കാടാഞ്ചേരി നമ്പൂതിരി കിളിപ്പാട്ട് എന്താണ്? മാമാങ്കോർ ധാരണം. അടുത്ത ക്വസ്റ്റ്യൻ. രാമചന്ദ്രവിലാസം ആരുടെ കൃതി? അഴകത്തു പത്മനാഭക്കുറുപ്പ്. ഏത് നാട്യശാസ്ത്ര ഗ്രന്ഥമാണ് മുദ്രാഭിനയത്തിൽ കഥകളി നടന്മാർക്ക് അവലംബം കുറിച്ചത്? ഹസ്തലക്ഷണ ദീപിക. അപ്പം നാട്യശാസ്ത്ര ഗ്രന്ഥത്തിന് മുദ്രാഭിനയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയത് ഏത് ബുക്കാണ്? ഹസ്തലക്ഷണ ദീപിക. കഥകളിയിൽ വേദിയിൽ വിളക്ക് കൊളുത്തിയതിനു ശേഷം നടക്കുന്ന ചടങ്ങ് ഏതാണ്? കേളിക്കൈ. അടുത്ത ചോദ്യം. പരപദത്തിൻ്റെ സ്വാധീനം കൊണ്ട് പൂർവപദത്തിൽ വരുന്ന മാറ്റം പരസവർണം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഉഭയസവർണത്തിന് ഉദാഹരണം? മരം പ്ലസ് കൽ, മരങ്ങൾ. അടുത്തത്. എത്ര ദിവസമായിട്ടാണ് സുന്നഹദോസ് നീണ്ടു നിൽക്കുന്നത്? സുന്നഹദോസ് എന്ന് പറയുന്ന ആ ഒരു ചടങ്ങ് നീണ്ടു നിൽക്കുന്നത് എത്ര ദിവസമായിട്ടാണ്? 7 ദിവസം. അടുത്ത ക്വസ്റ്റ്യൻ. മിഷണറി ഗദ്യമാതൃകകൾ ആരുടെ കൃതി? സാമുവൽ ചന്ദനപ്പള്ളി. എലമെന്റ്സ് ഓഫ് സെമിയോളജി ആരുടെ കൃതി? ബാർത്ത്. എസ്സേ ഓൺ ക്രിറ്റിസിസം ആരുടേത്? അലക്സാണ്ടർ പോപ്പ്. ആഭിചാര്യം വിഷയമാക്കി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുതിയ പച്ച മലയാള കൃതി ഒടി. സമദർശി പത്രത്തിൻ്റെ വർഷമെന്നാണ്? 1922. നവീന ചിത്രകല ആരുടേത്? കേസരി ബാലകൃഷ്ണൻ. ദളിതൻ ആത്മകഥ ആരുടേത്? KK കൊച്ച്. സാഹിത്യവിദ്യ ആരുടെ കൃതി? മാരാർ. പൂക്കാതിരുന്ന ഞാനാകവതില്ല എന്ന വരികൾ ആരുടേതാണ്? പൂക്കാതിരിക്കാനാവാതില്ല എന്ന വരികൾ അയ്യപ്പ പണിക്കരുടേതാണ്. അടുത്തത്. അന്യഭാഷാ ലബ്ധിയിലാണ്ടു മുങ്ങിയധന്യരെ നിങ്ങൾ തൻവേല ആരുടെ വരികൾ? വൈലോപ്പിള്ളിയുടേതാണ്. ചതുരന്ധ്രം ആരുടെ കൃതി? അർണോസ് പാതിരിയുടേതാണ് ചതുരന്ധ്രം. കാവ്യഗുണങ്ങളിൽ പെടാത്തത് ഓജസ് എന്ന ഗുണമാണ്. അന്ത്യഗുരു വരുന്ന ഗണം ഏത്? സഗണം. അന്ത്യഗുരു വരുന്ന ഗണം ഏത്? സഗണം. താളലയ സുഖഭഗമാണ് ബോധേശ്വരൻ്റെ ഗാനങ്ങൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? താളലയങ്ങളെല്ലാം കൂടിയതാണ് ബോധേശ്വരൻ്റെ ഗാനങ്ങൾ എന്ന് പറഞ്ഞത് ഡോക്ടർ എം ലീലാവതി. അടുത്ത ചോദ്യം.
വിലാപകാവ്യങ്ങളുടെ വിശ്വസ്ത സാഹിത്യ പശ്ചാത്തലത്തിൽ എഴുതിയ കൃതി ഏതാണ്? കണ്ണീരും മഴവില്ലും. വിലാപം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവിടെ എന്തോ വിഷമം ഉണ്ടെന്ന്. അങ്ങനെ നമുക്ക് കറക്കി കുത്താം. കണ്ണീരും മഴവില്ലും. പകർച്ച ആരുടെ കവിതയാണ്? ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അടുത്ത് സ്വസ്തി ശ്രീ ഓം കോപക്കരനിര വിവർമ്മൻ തിരുവടിക്കു ചൊല്ലാനി എന്നാരംഭിക്കുന്ന ശാസനം ഏതിലതാണ്? തിരുനെല്ലി ശാസനത്തിലെ വരികളാണ്. മേൽവിലാസം മാറി ആരുടെ കഥ? CS ഗോപാലപണിക്കർ. കേളി സൗജം ആരുടെ കഥ? EV കൃഷ്ണപിള്ള. ചിരുദേവി കഥ ആരുടേത്? ശീവൊള്ളിയുടേതാണ് ചിരുദേവി കഥ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണേ. കൈമള ആശാന്റെ കല്യാണം എഴുതിയത് ആര്? അമ്പാടി നാരായണ പൊതുവാൾ. നാരായണക്കുട്ടി കഥ ആരെഴുതി? ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ. കിളിപ്പാട്ട് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത് പറയാൻ പോകുന്നത്. രണ്ടാം പാദ അവസാനത്തിൽ വരുന്നൊരു ഗണത്തിന് വർണ്ണമെന്ന് കുറഞ്ഞാൽ എന്തെന്ന് പറയും? ഊനകാകളി എന്ന് പറയും. കിളിപ്പാട്ട് വൃത്തങ്ങൾ ഏതൊക്കെയാണ്? കേക, കാകളി, കളകാഞ്ചി. ബാലേ കിളിയേ സുശീലേ എന്ന സംബോധനയോടെ ആരംഭിക്കുന്നത് ഏത് കിളിപ്പാട്ടാണ്? ഭാഗവതം കിളിപ്പാട്ട്. ബാലേ കിളിയേ സുശീലേ എന്ന സംബോധനയോടെ ആരംഭിക്കുന്നത് ഏത് കിളിപ്പാട്ടാണ്? ഭാഗവതം കിളിപ്പാട്ട്. ഗാഥയും കിളിപ്പാട്ടും ആരുടേത്? N മുകുന്ദൻ. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ദക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ എന്ന വരികൾ ആരുടേതാണ്? എഴുത്തച്ഛൻ. കേരളത്തിലെ ഏറ്റവും പഴയ നാണയം എന്തെന്നറിയപ്പെടുന്നു? രാശി. അടുത്ത ക്വസ്റ്റ്യൻ. പഞ്ചതന്ത്രത്തിൻ്റെ അറബി വിവർത്തനം ഏതാണ്? കലീല ദമന. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. താലികെട്ടു കല്യാണം പ്രമേയമാക്കുന്ന കഥ ഒരൊറ്റ നോക്ക്. ഏതു സ്ഥായി ഭാവമാണ് ശൃംഗാരം എന്ന രസമായി മാറുന്നത്? രതി. വാൻ ഗോഗിൻ്റെ ചെവി ഏതു ഭാഗത്തിൽപ്പെടുന്നു? ആക്ഷേപഹാസ്യം. സൗപർണിക എന്ന നാടകം രചിച്ചതാര്? കാവാലം നാരായണ പണിക്കർ. സൗപർണിക. താരതമ്യ സാഹിത്യ പഠനം വിശ്വസാഹിത്യ പഠനം തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ടോൾസ്റ്റോയി. കേരള സംസ്കാരം എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? അച്യുത വാര്യർ. അടുത്ത ക്വസ്റ്റ്യൻ. സാംസ്കാരിക മേധാവിത്വം എന്ന ആശയം ആരുടെ? ഗ്രാംഷി. മിത്തോളജിസ് എന്ന ഗ്രന്ഥം ആരുടേത്? ലെവിസ്ട്രോസ്. ഏറ്റവും പഴക്കം ചെന്ന ദ്രാവിഡ ഭാഷ ഏതാണ്? തമിഴ്. മല പ്ലസ് ആളം എന്ന് മലയാളത്തെ പിരിച്ചത് ആരാണ്? ഗുണ്ടർ. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാതെ റിപ്പീറ്റ് ചെയ്ത് ഈ വീഡിയോ കേൾക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിൽ ഇതൊന്ന് വോയിസ് ഇട്ട് പഠിച്ചെടുത്തതിന് ശേഷം കേട്ടുകൊണ്ട് നടന്ന് ആവർത്തിച്ച് പഠിക്കണം കേട്ടോ. കേട്ടിട്ട് എക്സാം റെഡി ആയിട്ടുണ്ട്. നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.